വർഷങ്ങളായി ഇന്ത്യൻ കാർ വിപണിയിൽ അടക്കി ഭരിക്കുന്ന ഒരു മോഡലാണ് മാരുതിയുടെ വാഗണാർ. ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ള കാറുകളുടെ പട്ടികയിൽ ടോപ്പ് പൊസിഷനിലെ സ്ഥിരം സാന്നിധ്യമാണ് ഈ ടോൾ ബോയ് ഡിസൈനിലുള്ള മാരുതി ഹാച്ച്ബാക്ക്. ഈ ജനപ്രിയ മോഡലിന് ഇൻഡോ ജാപ്പനീസ് ബ്രാൻഡ് വീണ്ടും ഒരു മിഡ് സൈക്കിൾ അപ്ഡേറ്റ് നൽകാൻ പോകുന്നതാണ് കാര്യം. പുതിയ വാഗണാറിൽ വരുന്നത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ആയിരത്തി 1993 വാഗണാർ സുസുക്കിയുടെ സ്വന്തം മണ്ണായ ജപ്പാനിൽ പിറവിയെടുത്തത്. 1999 ഡിസംബർ മാസത്തിൽ ഇന്ത്യയിലെത്തി. 2023 മാരുതി വാഗണാർ 30 ലക്ഷം വിൽപ്പന എന്ന നാഴികക്കല്ല് പിന്നിട്ടു. വാഗണാർ എന്ന പേര് ഇന്ത്യയിലെ കൊച്ചുകുട്ടികൾക്ക് പോലും പരിചിതമാണെന്ന് കാറിൻ്റെ ജനപ്രിയതയ്ക്ക് തെളിവാകുന്നു. ദീർഘകാലമായി വിൽപ്പനയിലുള്ള മാരുതി മോഡലുകളിൽ ഒന്നായ വാഗണാർ കാലോചിതമായ മാറ്റം വരുത്തിയാണ് ഇന്നും ഇന്ത്യൻ ജനതയുടെ ഫസ്റ്റ് ചോയ്സുകളിൽ ഒന്നായി നിലനിൽക്കുന്നത്. SUV ട്രെൻഡുകൾക്കിടയിലും പുതിയ പവർ ട്രെയിനുകൾ, മെച്ചപ്പെടുത്തിയ സുരക്ഷാ ഫീച്ചറുകൾ, മോഡേൺ ലുക്ക് എന്നിവ കൊണ്ട് ഇന്ത്യയിലെ കുടുംബങ്ങളുടെ ഇഷ്ടക്കാരനായി വാഗണാർ ഇപ്പോഴും നിലകൊള്ളുന്നു. റീസെയിൽ വാല്യുവിൻ്റെ കാര്യത്തിലും മികച്ചു നിൽക്കുന്നതിനാൽ മികച്ച ഫാമിലി കാറുകളുടെ പട്ടിക വാഗണാർ ഇല്ലാതെ പൂർത്തിയാകില്ല. വാഗണാറിൻ്റെ 6ാം തലമുറ പതിപ്പാണ് ഇപ്പോൾ വിൽപ്പനയിലുള്ളത്. ഇതിനകം തന്നെ ന്യൂ ജനറേഷൻ വാഗണാറിനെ കുറിച്ച് നിരവധി റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. കാറിന് മിഡ് സൈക്കിൾ അപ്ഡേറ്റ് നൽകുന്നതിൻ്റെ സൂചന വാഗണാറിൻ്റെ ഒരു ടെസ്റ്റ് മ്യൂൾ പരീക്ഷണയോട്ടം നടത്തുന്നതിനിടെ ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞിരുന്നു. വെളിവാകപ്പെട്ട രീതിയിൽ സ്പൈ ചിത്രത്തിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ബമ്പറിൽ ഒരു പ്ലാസ്റ്റിക് ക്ലാഡിംഗ് നൽകുന്നതായി കാണാം. അതേസമയം റിഫ്ലക്ടറുകൾ പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. റിഫ്ലക്ടറുകൾ ഇപ്പോൾ ഇരുവശത്തും വെർട്ടിക്കലായാണ് നൽകിയിരിക്കുന്നത്. ടെയിൽ ലാമ്പ് ഹൗസിങ്ങിന് നേരിയ തോതിൽ പരിഷ്കരിച്ച ബ്ലാക്കഡ് ഔട്ട് ട്രീറ്റ്മെൻറ്റും ലഭിക്കുന്നുണ്ട്. എങ്കിലും ഇത് നിലവിലുള്ള മോഡലിന് സമാനമായാണ് കാണപ്പെടുന്നത്. ഫേസ് ലിഫ്റ്റ് മോഡലിനെ കുറിച്ചുള്ള വിവരങ്ങൾ വളരെ കുറവാണ്. എന്നിരുന്നാലും കാറിൻ്റെ മുൻഭാഗത്തും കാര്യമായ മാറ്റങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ വ്യത്യസ്തമായ അലോയ് വീൽ ഡിസൈനും ഫേസ് ലിഫ്റ്റ് പതിപ്പിൽ കൊണ്ടുവരുന്നതാണ്. കാറിൻ്റെ പിന്നിലെ യാത്രക്കാർക്ക് സ്ലൈഡിംഗ് ഡോറുകൾ ലഭിക്കുമെന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വാർത്ത വന്നിരുന്നു. എന്നാൽ ഇത്തരത്തിലൊരു മാറ്റം കൊണ്ടുവരുന്നത് ഇത്തിരി മെനക്കേടുള്ള കാര്യമാണെങ്കിലും അത് പ്രാവർത്തികമായാൽ സംഗതി തകർക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ലെന്ന് തന്നെ പറയാം. പൊതുവെ ഹാച്ച്ബാക്ക് കാറുകളിൽ ഇത്തരമൊരു പരീക്ഷണത്തിന് വാഹന കമ്പനികൾ തയ്യാറാകില്ല. കാര്യം ഇന്ത്യക്കാർക്ക് സ്ലൈഡിംഗ് ഡോറുകളോട് വലിയ കമ്പമില്ലാത്തതിനാൽ ഇന്ത്യ സ്പെക്ക് മോഡലിൽ ഇത് വരാൻ സാധ്യത നന്നേ കുറവാണ്. എന്നാൽ ഫ്ലീറ്റ് ഓപ്പറേറ്റർമാർക്കായി സ്ലൈഡിംഗ് ഡോറുള്ള വാഗണാർ അവതരിപ്പിക്കുമെന്ന് ചില കേട്ടറിവുകളുണ്ട്. നിലവിൽ 1 ലിറ്റർ പെട്രോൾ, 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനുകളാണ് വാഗണാറിൽ വരുന്നത്. പെട്രോൾ പതിപ്പിൽ മാനുവൽ AMT ഗിയർ ബോക്സുകളിൽ നൽകുമ്പോൾ 1 ലിറ്റർ പെട്രോൾ CNG പതിപ്പിനൊപ്പം വാങ്ങാൻ സാധിക്കും. സ്വിഫ്റ്റിലേതുപോലെ തന്നെ അടുത്ത തലമുറ വാഗണാർ ഹാച്ച്ബാക്കിൻ്റെ സ്ട്രോങ് ഹൈബ്രിഡ് പതിപ്പും സുസുക്കി അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ചെലവ് കൂടാൻ സാധ്യതയുള്ളതിനാൽ ഇത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമോ എന്ന് കണ്ടറിയണം. എന്നാൽ അടുത്ത കാലത്തായി ഇന്ത്യയിൽ ഹൈബ്രിഡ് കാറുകൾക്കുള്ള ഡിമാൻഡ് സുസുക്കി കണ്ടില്ലെന്ന് നടിക്കാൻ സാധ്യതയില്ല. മൈലേജിൻ്റെ കാര്യത്തിൽ നിലവിൽ തന്നെ സമ്പന്നനാണ് വാഗണാർ. കാറിൻ്റെ പെട്രോൾ മാനുവൽ വേരിയൻറ്റുകൾ 23.56 കിലോമീറ്റർ വരെ മൈലേജ് നൽകുമ്പോൾ ഓട്ടോമാറ്റിക് പതിപ്പുകളിൽ 25.19 കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കുമെന്നാണ് മാരുതി സുസുക്കി അവകാശപ്പെടുന്നത്. CNG മോഡലുകൾക്ക് 34.5 കിലോമീറ്ററും ലഭിക്കുന്നു. 5,54,000 രൂപ മുതലാണ് വാഗണാറിൻ്റെ ഷോറൂം വില ആരംഭിക്കുന്നത്. ആദ്യം ജപ്പാനിലാകും വാഗണാറിൻ്റെ പുതിയ തലമുറ അവതരിപ്പിക്കുക. ശേഷം 2025 മാരുതി പുത്തൻ വാഗണാർ ഇന്ത്യയിലെത്തിക്കും. ഏവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.